Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഓർമ്മ ക്ലീനിംഗ് ലിക്വിഡ് ഗുണമേന്മയും വിലക്കുറവും സമന്വയിപ്പിച്ചുകൊണ്ട് വൃത്തിയുടെ രാജാവും സുഗന്ധങ്ങളുടെ രാജ്ഞിയും നിങ്ങളുടെ വീട്ടിലേക്ക്. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. അകപ്പറമ്പിന് ഇനി ഭക്തി പ്രഭാവത്തിന്റെ നാളുകൾ. മോർ സാബോർ അഫ്രോത്ത് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ വലിയ പള്ളിയിൽ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. വളരെ വിപുലമായ പരിപാടികളോടെയാണ് ഈ വർഷത്തെ പെരുന്നാൾ ആഘോഷങ്ങൾ നടക്കുന്നതെന്ന് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഭാരതത്തിലെ അതിപുരാതനമായതും അങ്കമാലി പ്രദേശത്തെ മുഴുവൻ ക്രൈസ്തവരുടെയും മാതൃദേവാലയവുമാണ് അകപ്പറമ്പ് മോർ സാബോർ അഫ്രോത്ത് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ വലിയ പള്ളി. അങ്കമാലി ഭദ്രാസനത്തിലെ ഏറ്റവും പുണ്യപുരാതനമായ ദേവാലയം കൂടിയാണ് അകപ്പറമ്പിലേത്. ഈ വർഷത്തെ വലിയ പെരുന്നാളിനൊപ്പം പരിശുദ്ധ പൗലോസ് മോർ അത്തനാസിയോസ് വലിയ തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളും ദേവാലയത്തിന്റെ നവീകരിച്ച മുഖവാരത്തിന്റെ കൂദാശയും നടക്കുന്നു. നവംബർ 25 മുതൽ ഡിസംബർ 3 വരെ അതിവിപുലമായ പരിപാടികളോടെയാണ് ചരിത്ര പ്രസിദ്ധമായ തമുക്ക് നേർച്ചയും പ്രധാന പെരുന്നാൾ ആഘോഷങ്ങളും നടക്കുന്നതെന്ന് വികാരി ഫാദർ ഗീവർഗീസ് ഹരീക്കൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പുരാതനമായ അകപ്പറമ്പ് മോർ സാബോർ അഫ്രോത്ത് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ വലിയ പള്ളിയുടെ 1201 വാർഷിക പെരുന്നാളാണ് നവംബർ 25 മുതൽ ഡിസംബർ 3 വരെ നടത്തപ്പെടുന്നത്. 25 വിശുദ്ധനായ വലിയ തിരുമേനിയുടെ പ്രതിമാസ പെരുന്നാളിനോട് അനുബന്ധിച്ചാണ് പെരുന്നാളിന് തുടക്കം കുറിക്കുന്നത്. നാളെ, അതായത് 25 രാവിലെ അഭിനയ മോർ അപ്രേ മാത്യൂസ് മെത്രാപ്പൊലീത്ത തിരുമനസിന്റെ നേതൃത്വത്തിൽ വിശുദ്ധ മൂന്നുമേൽ കുർബാന അനുഷ്ഠിക്കപ്പെടുന്നതും അതിനുശേഷം ദൈവാലയത്തിന്റെ നവീകരിച്ച മുഖവാരത്തിന്റെ കൂദാശ അഭിനന്ദ പിതാവിനാൽ നിർവഹിക്കപ്പെടുന്നതുമാണ്. പിന്നെ ഉള്ള ദിവസങ്ങളിലൊക്കെ രാവിലെ വിശുദ്ധ കുർബാനയും വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയും സുവിശേഷ യോഗവും നടത്തപ്പെടുന്നു. 30 രാവിലെ പെരുന്നാളിന് തുടക്കം കുറിച്ചുകൊണ്ട് കൊടി ഉയർത്തുന്നു. അതിനുശേഷം അഭിനന്ദ മോർ അന്തോനിയോസ് യാക്കോബ് തിരുമനസ്സുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച് അനുഗ്രഹിക്കും. 1 രാവിലെ അഭിനന്ദ മോർ അത്താനാസ്യൂസ് ഗീവർഗീസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിച്ച് അനുഗ്രഹിക്കുന്നു. അന്ന് വൈകിട്ട് പെരുന്നാളിന്റെ തലേ ദിവസമാണ്. ആ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് അഭിനന്ദ പിതാക്കന്മാരായ മോർ ക്രിസോസ്റ്റമോസ് മർക്കോസ് തിരുമനസ്സുകൊണ്ടും മോർ യൂലിയോസ് ഏലിയാസ് തിരുമനസ്സുകൊണ്ടും നേതൃത്വം നൽകുന്നു. അതിനുശേഷം സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം സൂത്താറ നമസ്കാരം ഈ പള്ളിയിലെ ഒരു പ്രത്യേകതയാണ്. സാബോർ അഫ്രോത്ത് പിതാക്കന്മാരെ സ്മരിച്ചുകൊണ്ട് 2 വൈദികർ ശുഭ്രവസ്ത്രധാരികളായി പ്രത്യേക അംശവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് പ്രത്യേക ധൂപപ്രാർത്ഥന നടത്തുകയും അതിനുശേഷം ചരിത്ര പ്രസിദ്ധമായ കരചെറ്റിയുള്ളതായ പ്രദക്ഷിണം നടത്തപ്പെടും. പ്രദക്ഷിണം പള്ളിയിൽ വന്ന ആശീർവാദത്തോടുകൂടെ ഇന്നത്തെ ശുശ്രൂഷകൾ അവസാനിക്കും. പ്രധാന പെരുന്നാളായ ദിവസമായ 2 ഡിസംബർ 2 എല്ലാവരും പറയുന്ന പോലെ വൃശ്ചികം 19 എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അന്ന് രാവിലെ അഭിനയ പിതാവായ മോർ സേവേറിയോസ് എബ്രാഹാം തിരുമനസ്സുകൊണ്ടും മോർ ക്രിസോസ്റ്റമോസ് മർക്കോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ടും വിശുദ്ധ ബലി അർപ്പിക്കുന്നു. 3 വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് അഭിനന്ദ പിതാവായ മോർ യൂലിയോസ് ഏലിയാസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് വിശുദ്ധ ബലിയർപ്പിച്ച് പെരുന്നാൾ സന്ദേശം നൽകി അനുഗ്രഹിക്കും. ഈ ദിവസങ്ങളിലൊക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകതയായ തമുക്ക് നേർച്ച വളരെ പ്രസിദ്ധമാണ്. അത് വീടുകളിൽ നിന്ന് വിശ്വാസികൾ ഭക്തിയോടും ആദരവോടും വിശുദ്ധിയോടും കൂടെ ക്രമീകരിച്ച് പള്ളിയിൽ നടയിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നു. അത് വിശ്വാസികൾക്ക് ഈ ദിവസങ്ങളൊക്കെ വിതരണം ചെയ്യുന്നു.
അതൊരു പ്രത്യേക നേർച്ചയാണ് എന്നുകൂടെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പെരുന്നാളിൻ്റെ സമാപനം 3-ാം തീയതി വിശുദ്ധ കുർബാന അർപ്പിച്ച് അതിനുശേഷം കൊടിയിറക്കി സമാപനം കുറിക്കുന്നു. അന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ഇടവാംഗമായ വൈലിപ്പറമ്പിൽ ബർസോമ റമ്പാച്ചനാണ് എന്നുകൂടെ ഓർമ്മപ്പെടുത്തും. ഇതിൻ്റെ ഭാഗമായിട്ട് മാനേജിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികളെ തെരഞ്ഞെടുത്ത് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നാനാഭാഗങ്ങളിൽ നിന്ന് ഈ പെരുന്നാളിൽ അനേകം ആളുകൾ വന്ന് കൂടുന്ന ഒരു ദിവസം ആണ് വൃശ്ചികം 19-ാം തീയതി എന്ന് പറയുന്ന ആ ദിവസം. ഈ പെരുന്നാളിലേക്ക് എല്ലാ ആളുകളെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളിവിടെ 2 വൈദികരുണ്ട്. അദ്ദേഹം ബഹുമാനപ്പെട്ട തൈപ്പറമ്പിൽ എൽദോസ് വർഗീസ് കശീശ, അതുപോലെ തന്നെ പള്ളിയുടെ ട്രസ്റ്റിമാർ ഇവരൊക്കെ ചേർന്ന് ആണ് ഈ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകി വരുന്നത്. സഹവികാരി ഫാദർ എൽദോ തൈപ്പറമ്പിൽ, ട്രസ്റ്റിമാരായ AV ജോൺസൺ അറയ്ക്കൽ, ജോസ് P വർഗീസ് പൈനാടത്ത്, കൺവീനർമാരായ KV ജോണി കുരിശിങ്കൽ, ജിത്തു ബേബി, PV എൽദോ പുതുശ്ശേരി, AM ഏലിയാസ് ഹരീക്കൽ, റാണി പോൾസൺ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഷൂക്രാഫ്റ്റ് ഫുഡ്വെയർസ് ആൻഡ് ബാഗ്സ്, ഓൾഡ് മാർക്കറ്റ് റോഡ്, അങ്കമാലി. MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.